ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോകുന്നത് മഹാരാഷ്ട്രയിലെ ലോണാവാലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും മനോഹരമായ ബുദ്ധമത ഗുഹാസമുച്ചയം കാണാനാണ്. അതിന്റെ പേരാണ് കാർല ഗുഹകൾ, കാർല കേവ്സ്. ഇന്ത്യയിലെ ശില്പകലയുടെയും വാസ്തുവിദ്യയുടെയും ഉത്തമ ഉദാഹരണമായി ഇതിനെ കണക്കാക്കുന്നത്. അപ്പം അങ്ങോട്ട് കുറച്ചേറെ നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി ഇടുന്നിടത്തുനിന്ന് ഇതുകൊണ്ട് ഒരു വലിയ മലയുടെ മുകളിലായിട്ടാണ്. അത്യാവശ്യം നല്ലൊരു കയറ്റം കയറി വേണം അങ്ങ് ചെല്ലാനായിട്ട്. അങ്ങനെ നമ്മൾ മുകളിൽ എത്താറായി കേട്ടോ. ഇത് എങ്ങനെ കാർല കേവ്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അതിന്റെ അകത്ത് എല്ലാം പോയി കാഴ്ചകളെല്ലാം കാണാം. പുരാതന വ്യാപാരപാതയിലായിരുന്നു ഈ ഗുഹകൾ സ്ഥിതി ചെയ്തിരുന്നത്. ബുദ്ധഭിക്ഷുക്കൾക്ക് മഴക്കാലത്ത് താമസിക്കാനും ആരാധന നടത്താനുമാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിലാചൈത്യഗൃഹങ്ങളിൽ ഒന്നാണിത്. ഈ ഗുഹയുടെ പ്രവേശന കവാടത്തിന് തൊട്ടടുത്തായി ഏകവീര ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അതാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. മത്സ്യത്തൊഴിലാളി സമുദായക്കാരുടെ പ്രധാന ആരാധനാ കേന്ദ്രമാണിത്. ബുദ്ധമത ഗുഹകൾക്കൊപ്പം ഒരു ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ സമയം. അപ്പൊ നമുക്കിനി ഗുഹയ്ക്കകത്ത് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഈ കാണുന്നതാണ് അകത്തെ പ്രധാന പ്രാർത്ഥനാ ഹാള്. ഇതിന്റെ ഈ മുകളിൽ കാണുന്നത് മുഴുവനും 2000 വർഷത്തിലധികം പഴക്കമുള്ള തേക്ക് തടികളാണ് വെച്ചിരിക്കുന്നത്. ഇതുവരെയും കേടുപാടുകളൊന്നും വന്നിട്ടില്ല. ഈ കാണുന്നത് ഏകവീര ദേവിയുടെ ക്ഷേത്രമാണ്. ഇത് പ്രവേശന കവാടത്തിന്റെ റൈറ്റ് സൈഡിലാണ് കാണുന്നത്. ഇവിടെ ഒത്തിരി കോഴികളുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവരൊക്കെ കൊണ്ടുവരുന്നതാണെന്ന് തോന്നുന്നു. എല്ലാരും തലയ്ക്കൊഴിഞ്ഞു വെക്കുന്ന കണ്ടു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിന് വെളിയിലുള്ള അമ്പലങ്ങളിലൊക്കെ വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഉള്ളത്. ഈ കാണുന്നതാണ് ഗുഹയുടെ പുറമേ ഉള്ള ഭാഗം. മുകളിലേക്ക് ഒരു നിലയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അതെന്താണെന്നൊന്ന് കാണാം. ഈ ഗുഹയുടെ അടിഭാഗങ്ങളൊക്കെ കണ്ടോ. ഇവിടെ നിന്നൊരു സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക് കയറി പോകാനായിട്ട്. ഇതുണ്ട്. ഇതാണ് ഗുഹയുടെ മുകളിലത്തെ നിലയിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന വ്യൂ. ഇതാണ് ഗുഹയുടെ ഏറ്റവും അടിയിലത്തെ ഭാഗം. നമുക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല, അവിടെ വെള്ളമൊക്കെ ഉണ്ട്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ വണ്ടിയിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് താഴെ ഇറങ്ങണം. ഇതുകൊണ്ട് ഒരു കുഞ്ഞിനെ ഒരുക്കി തലയിൽ വെച്ച് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ആചാരങ്ങളാവും ഇതൊക്കെ.
നമ്മൾ കയറി വരുന്ന വഴികളിലൊക്കെ ഇങ്ങനെ നല്ല ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെ എല്ലാം നല്ല ഫോട്ടോസും പിന്നെ ഭക്ഷണം കഴിക്കാനുള്ളതും അങ്ങനെയെല്ലാം ഈ കാണുന്നതൊക്കെ മുകളിലെ അമ്പലത്തിലേക്ക് പോകുന്നവരാണ് കേട്ടോ.